നമസ്കാരം. ഇന്ന് മറ്റൊരു സാരിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ സാരിയുടെ പേര് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. കുട്ടുകുളുരു സാരി എന്നാണ് ഇതിന്റെ പേര്. കുട്ടുകുളുരു എന്ന് പറയുന്നത് ഈസ്റ്റ് ഗോദാവരി റിവറിന്റെ കരയിലുള്ള ഒരു വില്ലേജ് ആണ്. ശരിക്കും ഈ ഈസ്റ്റ് ഗോദാവരിയുടെ ആ ഒരു സ്ട്രിപ്പിലുണ്ടല്ലോ ഇഷ്ടംപോലെ ചെറിയ 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 വീവിങ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് നമ്മൾ ഈ ആന്ധ്ര കോട്ടൺ എന്ന് ഒരു ബ്ലാങ്കറ്റ് ടെർമിനോളജി വെച്ച് അഡ്രസ് ചെയ്യുന്ന സാരികൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീവിങ് ക്ലസ്റ്റേഴ്സിൽ നിന്ന് വരുന്നതാണ്. വളരെ ഭംഗിയുള്ള, വളരെ ഉടുക്കാൻ നല്ല എളുപ്പമുള്ള, ഭയങ്കര കണ്ണിന് ഇമ്പം തരുന്ന കോട്ടൺസ് ഒക്കെയാണ് ഈ വീവിങ് ക്ലസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക്കലി ഇതിങ്ങനെ ഒരു പ്ലെയിൻ കളറിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയ മോട്ടീവ്സ് ഈ ബോഡിയിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് വരും. അതാണ് ഈ സാരിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ചൂസ് ചെയ്യാനുണ്ടായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെന്റ് നമ്മളൊരു കസ്റ്റമർ വന്നിട്ട് ഓണത്തിന് കസവ് സാരി അല്ലാതെ വേറെ എന്തെങ്കിലും സാരി ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഈ സാരിയും ഇതിന്റെ കൂടെ ഒരു തെലിയ റുമാലിന്റെ ഒരു ബ്ലൗസും കൂടെ പെയർ ചെയ്ത് കാണിച്ചു. ഒരു തെലിയ റുമാൽ ഡബിളിക്കത്ത് ബ്ലൗസ് പീസും ഈ ഒരു സാരിയും കൂടെ ആകുമ്പോഴത്തേക്കും വളരെ ഭംഗിയായിരിക്കും. എന്നാൽ ഓണത്തിന് കസവ് താല്പര്യം ഇല്ലാത്തവർക്ക് അവരുടെ വാർഡ്രോബിൽ മറ്റൊരു വീവ് കൂടെ ആഡ് ചെയ്തതിന്റെ ഒരു സന്തോഷവും കിട്ടും. അങ്ങനെ ഒരു സാരിയാണ് ഇത്. ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്, ശരിക്കും ഞാൻ ആദ്യം സിൽവർ പെയർ ചെയ്താലോ എന്ന് വിചാരിച്ചു. കാരണം വൈറ്റ് കൂൾ ടോൺഡ് ആണ്, അപ്പൊ സിൽവർ ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു ഹസ്ലിയാണ്. ഇത് ഗോൾഡ് ഫോയിൽ വർക്ക് ചെയ്ത ഹസ്ലിയാണ്. ഇതിനൊരു സ്ക്രൂ മെക്കാനിസം ആണ് ഇതിന്റെ ബാക്കിൽ വരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ട്രഡീഷണലി ഈ സാരീസ് കുറച്ചുകൂടെ തിക്കായിരുന്നു, പക്ഷെ ഇപ്പം അത്ര തിക്ക് അല്ലാതെയാണ് വീവ് ചെയ്യാറുള്ളത്.